ഹായ് ഡിയേഴ്സ്, ഒരാളുടെ കാല് കണ്ടാൽ അറിയാം അയാളുടെ വൃത്തി എന്നുള്ളൊരു ടോക്ക് നമ്മുടെ ഇടയിലുണ്ട്. ഇടയ്ക്ക് നമ്മൾ മുഖം മിനിക്കുന്ന പോലെ നമ്മുടെ കാലും ഒന്ന് മിനിക്കണം. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നമുക്ക് പാർലറിലൊന്നും പോകാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഈസി പെഡിക്യൂർ ചെയ്യാം. വളരെ അഫോർഡബിളായ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ ഒരു ഈസി പെഡിക്യൂർ അറ്റ് ഹോം. ആദ്യം തന്നെ നമ്മുടെ കാലൊന്ന് വൃത്തിയാക്കുക. അതായത് നമ്മുടെ കാലിലുള്ള ക്യൂടെക്സ് ഒക്കെ അങ്ങോട്ട് റിമൂവ് ചെയ്യുക. ഇതാണ് നമ്മുടെ കാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ തിളക്കം എല്ലാം സൺലൈറ്റിൻ്റെ ആണ്. നമ്മുടെ കാല് മുക്കാൻ പാകത്തിനുള്ള പാത്രത്തിൽ ഇളം ചൂടുവെള്ളം എടുക്കുക. ഇതിലേക്ക് ഉപ്പിടുക. ഉപ്പിന് പ്രത്യേക അളവൊന്നുമില്ല, ഇച്ചിരി ഉപ്പങ്ങിടുക. പിന്നെ ഒരു പാക്കറ്റ് ഷാമ്പു. ഞാനിവിടെ ക്ലിനിക് പ്ലസ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞത് ഒരളവിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതാണ് മെയിൻ സംഭവം. ഇതാണ് നമ്മുടെ സോഡാപ്പൊടി. കാലിലെ ഡേർട്ടിനെസ് വേഗം റിമൂവ് ചെയ്യാനും പെട്ടെന്നൊരു ബ്രൈറ്റ്നെസ് തരാനൊക്കെ ഇതുകൊണ്ട് പറ്റും. ഇനി ആ കാലങ്ങ് മുക്കി വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇളം ചൂടുള്ള വെള്ളമെന്ന്. എൻ്റെ വെള്ളത്തിന് കുറച്ച് ചൂട് കൂടിപ്പോയി. അതുകൊണ്ടാണ് എൻ്റെ കാലിട്ട് ഞാൻ ഈ എക്സ്പ്രഷൻ ഇടുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ കാലം മീശമതലിൽ പറയുന്ന പോലെ ഹാഫ് ബോയിൽ ആയെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് പ്രത്യേകം വെള്ളം ചൂടുള്ള നോക്കി എടുക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വെള്ളത്തിൻ്റെ ചൂടൊക്കെ ആറി നമ്മുടെ കാല് മുക്കി വെക്കാൻ പാകത്തിനായി. ഇപ്പം നല്ല ആശ്വാസമുണ്ട്. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പരിപാടി കേട്ടോ ഈ ഇളം ചൂടുള്ള വെള്ളത്തിൽ കാല് മുക്കി വെക്കുക എന്നൊക്കെ പറയുന്നത്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തണുത്ത വെള്ളത്തിൽ കാല് മുക്കി വെക്കില്ലേ, അതേപോലെ പെഡിക്യൂറായിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഉപ്പും സോഡാപ്പൊടിയും ഒത്തിരി ഷാമ്പൂ ഇട്ട് കാല് മുക്കി വെക്കുക. ഈ ഒരു കാല് മുക്കി വെക്കുന്ന പരിപാടി കുറച്ചധികം നേരം നമ്മൾ തുടരണം. ഒരു 15 മിനിറ്റ് കാല് കുതിർത്ത് വെച്ച ശേഷമുള്ള അവസ്ഥയാണിത്. കാലെല്ലാം നന്നായിട്ട് കുതിർന്ന് ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലിലുള്ള ഡേർട്ടിനെസ് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് സ്ക്രബ് ചെയ്ത് കളയുക. ഡേർട്ടിനെസ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡെഡ് സെൽസ് ആണ്. പിന്നെ ഈ ഒരു ബ്രഷ് ഞാൻ ഇത്തരം കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ബ്രഷാണ്. കാല് നന്നായിട്ട് കുതിർന്നിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിലെ ഡെഡ് സെൽസും ആ ഒരു ഡെഡ് സ്കിൻസ് ഒക്കെ പെട്ടെന്ന് റിമൂവ് ആവും. അതിന് ഏറ്റവും ബെസ്റ്റ് മാർഗം ഈ ഒരു ബ്രഷ് കൊണ്ടുള്ള സ്ക്രബിങ് തന്നെയാണ്. ബ്രഷ് കൊണ്ട് നെയിൽസ് ഫുള്ള് സ്ക്രബ് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു പെഡിക്യൂർ സ്റ്റോൺ ആണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു സ്റ്റോൺ ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റോൺ വെച്ച് സ്ക്രബ് ചെയ്യുക നമ്മുടെ ഫൂട്ടിൻ്റെ ഭാഗങ്ങളെല്ലാം. അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മുടെ സ്ക്രബ്ബർ വെച്ച് സ്ക്രബ് ചെയ്താലും മതി. ഈ ഒരു സ്ക്രബിങ് സ്റ്റെപ്പ് കൂടി കഴിയുമ്പോൾ നമ്മുടെ കാലിന് വല്ലാത്തൊരു റിഫ്രഷ്മെൻറ്റ് നമുക്ക് തന്നെ ഫീൽ ആവും. പെഡിക്യൂർ സ്ക്രബ് വെച്ച് സ്ക്രബ് ചെയ്ത ശേഷം നമ്മുടെ നെയിൽസിൻ്റെ ഭാഗത്തെല്ലാം ഒന്നുകൂടെ ബ്രഷ് വെച്ചും കൂടെ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ഒരു പ്രൊസീജിയർ ഇവിടെ തീർന്നു. ഇത്തരം വിശദമായ സ്ക്രബിങ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് അങ്ങ് വിട്ടേക്കുക. ഞാൻ എൻ്റെ കാല് പെഡിക്യൂർ ചെയ്തിട്ട് കുറച്ച് നാളുകളായി. സോ ചെയ്യുമ്പോൾ കാര്യങ്ങളെല്ലാം അങ്ങ് വിശദമായി തന്നെ ചെയ്യാമല്ലോ എന്ന് കരുതി. നന്നായി കാല് ബ്രഷ് ചെയ്ത ശേഷം വെള്ളത്തിൽ നിന്ന് കാലെടുത്തിട്ട് ഈർപ്പമെല്ലാം ഒപ്പി മാറ്റുക. ഇനി നമുക്ക് സ്ക്രബിങ്ങിൻ്റെ പാക്ക് ഇടാം. സ്ക്രബിങ് പാക്കിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ നാച്ചുറൽ സ്ക്രബിങ് ഇൻഗ്രീഡിയൻ്റ് ആയ പഞ്ചസാരയും പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു ഹാഫ് ലെമണും. ലെമൺ എന്തെങ്കിലും അലർജി ഉള്ളവർ ഈ ഒരു ഭാഗം അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ട് നോർമൽ വെള്ളം ഉപയോഗിച്ചാൽ മതി. ഈ ഒരു ലെമൺ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കാലിന് വല്ലാത്തൊരു ലൈറ്റനിങ് ഫീൽ കൂടെ നമുക്ക് തോന്നും. ഇതാണ് ആ ഒരു സ്ക്രബിങ് പാക്ക്. ഇനി നമ്മൾ ഇത് നേരെ നമ്മുടെ കാലിൽ സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മസാജിങ് ആണ്. കുറച്ചധികം നേരം നീണ്ടുപോയാലും കുഴപ്പമില്ലാത്തൊരു സ്റ്റെപ്പാണ് ഈ ഒരു മസാജിങ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ കാലിന് മസാജ് കിട്ടിയ മൊത്തത്തിലൊരു മസാജിങ് കിട്ടിയ ഫീലാണ്. കാല് വൃത്തിയായ ആള് വൃത്തിയായി എന്ന് പറയാറില്ലേ, അതേപോലൊരു സംഭവം. നമ്മൾ മുഖം മിനിക്കാനായി പലപ്പോഴും സമയം കണ്ടെത്തുന്നെങ്കിലും ഈ ഒരു കാല് മിനിക്കാൻ അത്ര സമയം കണ്ടെത്താറില്ല. അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരു തവണ ഇങ്ങനെ ഒരു മിനിക്ക് എടുക്കുന്നത് നല്ലതാണ്. കുറച്ചധികം നേരത്തെ മസാജിങ് കഴിയുമ്പോഴേക്കും വല്ലാത്തൊരു ക്രീമി ടെക്സ്ചറിലേക്ക് ആ ഒരു സ്ക്രബിങ് പാക്ക് ആയിട്ടുണ്ടാവും. ദേ ഏകദേശം ഇങ്ങനത്തെ ഒരു കളറിൽ. ആ ഒരു കളർ കാണുമ്പോൾ നമുക്ക് മസാജ് ചെയ്യാൻ ഒന്നും കൂടി ഹരം കൂടും. നല്ല രസമാണത്. നമ്മുടെ കാലല്ലേ, നമുക്ക് എത്ര നേരം നീണ്ടുപോകാൻ പറ്റും അത്ര നല്ലത്. ഇനി മടിയാണെങ്കിൽ ഇത്ര നേരം നീണ്ടുപോകണ്ട, പെട്ടെന്ന് നിർത്തിക്കോ. മസാജിങ് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആ ഒരു വെള്ളത്തിൽ തന്നെ കാലങ്ങട് മുക്കിയിട്ട് അങ്ങ് കഴുകിക്കളയുക. ഇടയ്ക്ക് നമ്മൾ ഉപയോഗിച്ച ആ ഒരു നാരങ്ങത്തൊണ്ടില്ലേ, ആ നാരങ്ങത്തൊണ്ട് വെച്ച് ഒന്ന് സ്ക്രബ് ചെയ്ത് കളയുന്നതും കുറച്ചുകൂടി എഫക്റ്റീവാണ്.
നാരങ്ങത്തൊണ്ട് വെച്ച് ആ ഒരു പാക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത ശേഷം നമ്മുടെ കയ്യിലുള്ള ടിക് ടാക്കിൻ്റെ സ്ലൈഡില്ലേ, ആ സ്ലൈഡ് വെച്ചിട്ട് നെയിൽസിൻ്റെ കോർണേഴ്സിലുള്ള ആ ഒരു ഡേർട്ടിനെസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. എൻ്റെ നെയിൽ കട്ടറിൽ ഈ ഒരു ക്ലീൻ ചെയ്യാനുള്ള സാധനം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ ടിക് ടാക്കിൻ്റെ സ്ലൈഡ് ഉപയോഗിച്ചത്. നെയിൽ കട്ടറിൽ ഇങ്ങനെ നെയിൽസിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാനും സൈഡ്സ് ഒക്കെ ഷേപ്പ് ചെയ്യാനും പറ്റിയ സാധനം ഉള്ളതാണെങ്കിൽ അതായിരിക്കട്ടെ ബെറ്റർ. ആ ഒരു ക്ലീനിങ്ങും കഴിഞ്ഞാൽ നമ്മുടെ നെയിൽസിൻ്റെ ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ ബ്രഷ് ഉപയോഗിച്ച് ഒന്നും കൂടെ ഡെഡ് സെൽസ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യുക. വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റിയ സ്റ്റെപ്പാട്ടോ ഇത്. ഈ ഒരു സ്റ്റെപ്പ് കൂടെ കഴിയുമ്പോഴേക്കും നമ്മുടെ കാലിൻ്റെ അവസ്ഥ ദേ ഇതാണ്. വല്ലാത്തൊരു ബ്രൈറ്റ്നസ് ഫീല് നമുക്ക് തന്നെ ഫീൽ ആവും. ഇനി നമുക്ക് നെയിൽ കട്ടേഴ്സ് വെച്ച് നമ്മുടെ നെയിൽസിൻ്റെ കോർണേഴ്സ് എല്ലാം റിമൂവ് ചെയ്യാം. നമ്മുടെ നെയിൽ നന്നായി വെട്ടി ഒതുക്കുക എന്നത് മാത്രമാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. നെയിൽസ് എല്ലാം നന്നായി റിമൂവ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ കാലങ്ങ് വാഷ് ചെയ്യാം. ഈ ഒരു വാഷിങ്ങിൽ തന്നെ നമുക്ക് കാലിന് വല്ലാത്തൊരു ലൈറ്റനിങ് എഫക്റ്റ് കിട്ടിയ പോലെ തോന്നും. പക്ഷേ ഇതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലാസ്റ്റത്തെ ഒരു പാക്ക് കൂടി ഇടണം. ഇതാണ് പാക്ക് തയ്യാറാക്കാൻ ആവശ്യമായ സാധനം. നമ്മുടെ അരിപ്പൊടി, ഒരു നുള്ളു മഞ്ഞപ്പൊടി, കറിമഞ്ഞളായാലും കുഴപ്പമില്ല. മിക്സിങ്ങിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയ്ക്ക് വല്ലാത്തൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കൂടിയുണ്ട്. അതൊന്നും കൂടി കൂട്ടാൻ വേണ്ടി നമ്മുടെ വാസലിൻ കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഈ സമയത്ത് നിങ്ങളുടെ മോയ്സ്ചറൈസിങ് ലോഷനോ വേറെ എന്തെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല തിക്കായിട്ട് പേസ്റ്റാക്കി മാറ്റുക. ഇതാണ് നമ്മുടെ ഫുഡ് പാക്ക്. നല്ല പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ഒരു പാക്ക് കിട്ടും. ഇത് അത്യാവശ്യം തിക്കായിട്ട് തന്നെ നമ്മുടെ കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ഈ ഒരു ഫുഡ് പാക്കിൽ ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ ലക്ഷ്യം ഈ സ്ക്രബിങ്ങും കുറച്ചു നേരം ഷാമ്പൂവിൻ്റെ വാട്ടറിലൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ കാല് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയിട്ടുണ്ടാവും. സോ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടാനും വല്ലാത്തൊരു നൊറിഷിങ് കിട്ടാനുമാണ് ഈ ഒരു വെളിച്ചെണ്ണയും വാസലിനും ഒക്കെ ഉപയോഗിക്കുന്നത്. കടകളിൽ നിന്ന് നമുക്ക് ഈ ഒരു പെഡിക്യൂറിൻ്റെ കിറ്റ് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ നമ്മളിവിടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ചെയ്യുന്ന ഒരു അഫോർഡബിൾ ഹോം പെഡിക്യൂർ അല്ലേ. സോ ഇവിടെ ഇതൊക്കെ മതി. വെളിച്ചെണ്ണയും വാസലിനും എല്ലാം ഇട്ടതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും ഉണങ്ങുമെന്ന് ആരും കരുതണ്ട. അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം വെച്ചാലും നമ്മുടെ കാല് ഡ്രൈ ആയി പോവില്ല. ഇനി റെസ്റ്റിംഗ് ടൈം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടും നമ്മുടെ കാലിലെ പാക്ക് ഇപ്പിട്ട അവസ്ഥയിൽ തന്നെ ഇരിക്കുന്നത്, ഉണങ്ങിയിട്ടില്ല. എന്നാണ് നമ്മുടെ പാക്ക് കഴുകി കളയേണ്ട സമയമായിട്ടുണ്ട്. നോർമൽ വാട്ടറിൽ കഴുകുന്നതിനോടൊപ്പം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ അതൊന്നും കൂടെ എഫക്റ്റീവാണ്. കാലെല്ലാം കഴുകിക്കഴിഞ്ഞ് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു വ്യത്യാസം തോന്നും. പെഡിക്യൂർ ചെയ്ത ഭാഗവും അതിന് മുകളിലത്തെ ഭാഗവും 2 സെക്ഷനായിട്ട് 2 കളർ ഷെയ്ഡായിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? ക്യാമറയിൽ കൂടെ വിസിബിൾ ആവുന്നുണ്ടെന്ന് അറിയില്ല, എന്നാലും ഈ ഒരു ഭാഗത്തിലെ കളർ ചേഞ്ച് കണ്ടില്ലേ. ഇനി കാലിനൊന്നും മോടി പിടിപ്പിക്കാൻ ക്യൂടെക്സും കൂടി അടിക്കാം. അപ്പോഴേക്കും ഒന്നും കൂടി ഭംഗിയാവും. നെയിൽ പോളിഷും കൂടി അടിച്ച് ആ ഒരു ഫൈനൽ ടച്ചപ്പ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പെഡിക്യൂർ കംപ്ലീറ്റ് ആയി. ഇതാണ് നമ്മുടെ പെഡിക്യൂർ കഴിഞ്ഞ കാല്. വല്ലാത്തൊരു ഹാപ്പിനെസ്സോ സാറ്റിസ്ഫാക്ഷനോ ഒക്കെ നമുക്ക് ഈ ഒരു കാഴ്ചയിൽ ഫീൽ ആവും. കുറച്ച് വെട്ടം കിട്ടാൻ വേണ്ടി വെയിലത്ത് പോയിരുന്നിട്ടാണ് ഞാൻ ഈ കാലെടുത്തത്. എങ്ങനെയുണ്ട്? ഒരു എസ്തെറ്റിക് ഭംഗി തോന്നാൻ വേണ്ടി ഒരു ചെറിയ ഇലയൊക്കെ പറിച്ച് കാലിന് നടുവിൽ അങ്ങോട്ട് വെച്ച്. ഓക്കെ, അപ്പോൾ ഇതോടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.